തലസ്ഥാന നഗരിയിൽ നിന്നും പൊങ്കാല വിശേഷങ്ങളുമായി 24 പ്രതിനിധികൾ ചേരുന്നു. സ്മിത ഹരിദാസ്, സൂര്യഗായത്രി, ലിഡിയ ജേക്കബ് എന്നിവർ ഏറ്റവും പുതിയ. ആദ്യം സ്മിതയിലേക്കാണ്. സ്മിത, വിളിച്ചാൽ വിളിയേക്കുന്ന ദേവി എന്നാണ് ഭക്തരുടെ വിശ്വാസം. ഏതെങ്കിലും കാര്യസാധ്യത്തിനായി പൊങ്കാലയിട്ടാൽ അത് ഉറപ്പായി നടക്കുമെന്നാണ് അവരുടെ വിശ്വാസം. പ്രാർത്ഥനാഭരിതമായ മനസ്സുമായി ഇപ്പോൾ നിവേദ്യത്തിനായുള്ള കാത്തിരിപ്പിലാണ് ലക്ഷങ്ങൾ. സ്മിത. അതെ ഹാഷ്മി, നിവേദ്യത്തിനായിട്ടുള്ള കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കൃത്യം 2:10 നിവേദ്യം. അതോടുകൂടിയാണ് ആറ്റുകാലിലെ പൊങ്കാല സമർപ്പണം. അത് ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ചടങ്ങ്, ആ വഴിപാട് അത് പൂർത്തിയാകണമെങ്കിൽ ഈ നിവേദ്യം കൂടി കഴിയണം. ഇപ്പോൾ 2 മണി കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോഴേക്കും ശ്രീകോവിലിൽ നിന്ന് തീർത്ഥവുമായി മേൽശാന്തി എത്തുന്നു. ഇവിടെ ഭണ്ഡാര അടുപ്പിലെ പൊങ്കാലയിൽ നിവേദിക്കാൻ വെച്ചിരിക്കുന്ന പൊങ്കാലയിൽ ആ തീർത്ഥം തളിക്കുന്നു. അതോടെ ആ ഒരു ചടങ്ങ് തുടങ്ങുകയാണ്. പിന്നീട് ഒരു 350 പൂജാരികളാണ് ഇത്തവണയുള്ളത്. എല്ലാ നാനാഭാഗത്തേക്കും പോയി ഭക്തരുടെ പൊങ്കാലയിൽ ഈ തീർത്ഥം തളിക്കുന്നതോടെ ആ നിവേദ്യ സമർപ്പണം പൂർത്തിയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഇതാ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇപ്പോഴും ഇങ്ങനെ നീണ്ടു പോകുന്ന നിരയുണ്ട് ദേവിയെ കണ്ട് തൊഴാൻ വേണ്ടി. ഇനി അല്പസമയം കൂടിയുള്ളൂ ദേവിയെ. ഇന്നിപ്പോൾ ദേവി ദർശനത്തിന് 3:10 കൃത്യം 3:10 നടയടയ്ക്കും. അതിനുശേഷം രാത്രി 7 മണിക്ക് മാത്രമേ നട തുറക്കൂ. ചന്ദ്രഗ്രഹണം കാരണമാണത്. അപ്പോൾ അതിനുള്ളിൽ ദേവിയെ കണ്ട് ദർശിച്ച് വന്ന് നിവേദ്യം പൂർത്തിയാകുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നമ്മൾ കണ്ട ഇന്നലെ രാവിലെ മുതൽ കാണുന്ന ഒരു അഭൂതപൂർവമായ തിരക്കുണ്ട്. ആ തിരക്കിന് ഇതുവരെ ഒരു ശമനം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ നിവേദ്യ സമർപ്പണം കഴിയുമ്പോഴാണ് ഭക്തർ ദൂരദേശങ്ങളിൽ നിന്ന് വരെ വന്നിട്ടുള്ള ഭക്തർ വീടുകളിലേക്ക് മടങ്ങുക. അതായിപ്പോൾ കാണുന്നത് ഭണ്ഡാര അടുപ്പിലെ പൊങ്കാല നിവേദ്യത്തിനായി, അത് ആ തീർത്ഥം തളിക്കുന്ന ആ ചടങ്ങിനായി കാത്തിരിക്കുന്നതാണ്. അതിനപ്പുറത്ത് പച്ചപ്പന്തലിൽ തോറ്റമ്പാട്ട് പാടുന്ന കലാകാരന്മാരുണ്ട്. ഒപ്പം മധുവാശാനുണ്ട് എവിടെയോ. അദ്ദേഹമാണ് വർഷങ്ങളായിട്ട് തോറ്റമ്പാട്ട് പാടുന്നത്. അത് കാലാകാലങ്ങളായിട്ട് തലമുറകളായിട്ട് പകർന്നു വരുന്നതാണ്. വായ്മൊഴിയാണ് അത്. അതെവിടെയും നിവേദ്യം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവിടെ ഈ ഭക്തലക്ഷങ്ങൾ. സൂര്യകാലത്തോട് ചേർന്ന് സൂര്യ, പൊങ്കാല ചടങ്ങുകൾ പൂർത്തിയായാൽ വിസ്മയകരമായി വളരെ വേഗത്തിൽ നഗരം പഴയപടിയാക്കുന്ന ഒരു മെക്കാനിസം തിരുവനന്തപുരം നഗരത്തിലുണ്ട്. അത് കാലാകാലങ്ങൾ ഉള്ളതാണ്. ആകെയുണ്ടായ മാറ്റം ഒരു ഭരണമാറ്റമാണ്. ഭരണമാറ്റമൊന്നും അതിനെ ബാധിക്കേണ്ട കാര്യമില്ല. അതുപോട്ടെ, ഇത് കഴിഞ്ഞുള്ള കാര്യമാണല്ലോ. എന്താണ് സൂര്യകാലത്ത് നിൽക്കുന്നത് ഇപ്പോൾ? എവിടെയാണ്? ഭക്തലക്ഷങ്ങളുടെ മനസ്സിൽ ഭക്തി മാത്രമേ ഇപ്പോഴുള്ളൂ. ഹാഷ്മി, ഞാൻ നിൽക്കുന്നത് തമ്പാനൂരാണ്. ഈ ഒരു വൈഡ് ഫ്രെയിം കാണിക്കുകയാണെങ്കിൽ തമ്പാനൂരിന്റെ ആകെ മൊത്തം ചിത്രം നമുക്ക് കാണാൻ കഴിയും. നൈവേദ്യത്തിനായുള്ള കാത്തിരിപ്പാണ്. പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു, പായസമൊക്കെ ഇട്ട് കഴിഞ്ഞു, മണ്ടപ്പുറ്റ്, തെരളി ഒക്കെ ദേവിക്കായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. നിവേദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഭക്തരൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. ആ വിശ്രമ വേളയിലാണ് അവർ. കുറെ പേരൊക്കെ പൊങ്കാലയൊക്കെ മൂടി വെച്ച് ഭദ്രമാക്കി വെച്ചിട്ട് ഈ നഗരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങുന്നതിന് വേണ്ടിയിട്ട് പോയി. നമ്മൾ പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചു പേർ ഈ വെയിലിന്റെ ക്ഷീണം കൊണ്ട് തളർന്ന് ഉറങ്ങുന്നത് നമുക്ക് കാണാം. കഴിഞ്ഞ 2 ദിവസമായിട്ടൊക്കെ തമ്പാനൂരിലേക്ക് എത്തി ഇവിടെ തന്നെ താമസിക്കുന്നവരുണ്ട്. അടുപ്പ് കൂട്ടി കാത്തിരുന്ന് ഇന്നിപ്പോൾ പൊങ്കാല ഇട്ടവരൊക്കെ ഉണ്ട്. അവരൊക്കെ കുറച്ച് ക്ഷീണത്തിലാണ്. നിവേദ്യ സമയത്ത് എണീക്കാൻ വേണ്ടി അല്പനേരം റെസ്റ്റ് എടുക്കുകയാണ്. എന്റെ കൂടെ ഇപ്പോൾ കുറച്ച് ചേച്ചിമാരുണ്ട്. എവിടെ നിന്ന് ചേച്ചി വന്നേ? ഞാൻ കൊല്ലത്തുനിന്ന്. പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. എന്തായിരുന്നു കൊടുത്ത ദേവിക്ക്? എന്താ നിവേദ്യം? കട്ടിപ്പായസം. പായസം മാത്രമേ ഉള്ളൂ? പായസം മാത്രമേ ഉള്ളൂ. മണ്ടപ്പുറ്റി തെരളിയൊന്നും ഇല്ല. എല്ലാ വർഷവും നമ്മൾ അത് തന്നെ ചെയ്യുന്നത്. എല്ലാ കൊല്ലം വരാറുണ്ട്. ചൂട് അധികമായിരുന്നോ? ചൂട് വളരെ അധികമാണ്. പിന്നെ അത് മാത്രമല്ല, എല്ലാ വർഷത്തെക്കാളും തോനെ ആളുകൾ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. ഭയങ്കരമായ ആളാണ് ഇപ്രാവശ്യം ഉള്ളത്. എവിടെ നിന്നായിരുന്നു ചേച്ചി? കൊല്ലം. ചൂട് അധികമായോ? തളർന്നോ? ചൂട് നല്ല ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഭക്ഷണമൊക്കെ കഴിച്ചോ? ചോറൊക്കെ ഉണ്ട്, ഐസ്ക്രീമൊക്കെ കഴിച്ച്, തണ്ണിമത്തമൊക്കെ കഴിച്ചു. എല്ലാം ഉണ്ട്. തണ്ണിമത്തം കിട്ടി, ഐസ്ക്രീം കിട്ടി. ഐസ്ക്രീം കഴിച്ച് സമാധാനവും ശാന്തമായിട്ടിരിക്കുക. അപ്പോൾ ഇനി ആ നിവേദനത്തിനുള്ള കാത്തിരിപ്പിലാണ് ആ ചേച്ചി അടക്കമുള്ളവർ. ലിഡിയ ജേക്കബ് കൂടി ചേർന്നു. ലിഡിയ, ഇക്കുറി ക്ഷേത്ര പരിസരത്ത് തന്നെ കൂടുതൽ സ്ഥലം പൊങ്കാലയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ക്ഷേത്ര ട്രസ്റ്റൊക്കെ അറിയിച്ചിരുന്നു. ഓരോ വർഷം കഴിയുന്നതോറും എത്തുന്ന ഭക്തരുടെ എണ്ണം കൂടി വരികയും പൊങ്കാലക്കാലങ്ങളുടെ ആ വരി നീണ്ടു പോവുകയും ചെയ്യുന്നത് പുതിയ കാഴ്ചയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.